Hi, welcome back to Excel Skill Corner. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് how to create message box based on these things. എങ്ങനെ നമുക്കൊരു മെസ്സേജ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സിനാരിയോ ആണ്, നമുക്കൊരു എംപ്ലോയി നെയിം ഡെസ്റ്റിനേഷൻ ബോണസ്. ദാറ്റ് മീൻസ് ഓരോ എംപ്ലോയി നെയിമിനും ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ബോണസ് ഉണ്ട്. ആ ബോണസ് എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഇൻഫോർമേഷൻ ബോക്സ് വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ ടൈം സേവിംഗ് ആണ്, കാരണം നമുക്ക് ആ സെൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ ആ ഡെസ്റ്റിനേഷന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈലൈറ്റ് ചെയ്യും. അതേപോലെ പല ടെംപ്ലേറ്റുകളിൽ ഇതുപോലെ നമുക്ക് ചില സെല്ലിന് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണം, ഒരു കമൻറ്റ് പോലെ കമൻറ്റിനായിട്ടും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. എക്സാമ്പിൾ ഞാനൊരു ജസ്റ്റ് ഒരു ഇത് നമ്മുടെ ടെംപ്ലേറ്റ് വീണ്ടും ഒന്ന് റിക്രിയേറ്റ് ചെയ്യാണ്, ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ബോണസ് കൂടിയും പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സിനാരിയോയിൽ മെസ്സേജ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡാറ്റ വാലിഡേഷൻ ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡാറ്റ വാലിഡേഷൻ ഓപ്ഷൻ ഡാറ്റ ടൈപ്പിലാണ് ഉള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഞാൻ എവിടെയാണ് നമുക്ക് മെസ്സേജ് പറഞ്ഞിട്ട് ഏരിയ സെലക്ട് ചെയ്തിട്ട് ഡാറ്റയിൽ വരിക. ഡാറ്റയിൽ വന്ന് ഡാറ്റ വാലിഡേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻപുട്ട് മെസ്സേജിന് ഞാൻ ഓപ്ഷൻ കാണാം സെക്കൻഡ് ടാബിൽ, അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഷോ ഇൻപുട്ട് മെസ്സേജ് വെൻ സെല്ല് സെലക്ട് ചെയ്ത്, അതായത് സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ ഇൻപുട്ട് മെസ്സേജ് കാണിക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ചെക്ക് മാർക്ക് കൊടുക്കുക. ടൈറ്റിൽ എന്താണ് കൊടുക്കേണ്ടത് ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇൻപുട്ട് മെസ്സേജ് എന്താണ് ഇൻഫോർമേഷൻ പാസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ സെല്ലിൽ എന്താണ് ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ സിനാരിയോയിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ ആണ്, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ എത്രയാണ് ഇൻകം അല്ലെങ്കിൽ എത്രയാണ് എമൗണ്ട് കൊടുക്കേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അതിൽ ടെംപ്ലേറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴേലും ഇതുപോലെ ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എവിടെയാണ് ഡ്രൈവ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡാറ്റ സോഴ്സ് എവിടെയാണ് കിട്ടിയിട്ടുള്ളത്, ഇത്രയും ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഇതുപോലെ മെസ്സേജ് ബോക്സിൽ കൊടുക്കാൻ സാധിക്കും. ഇത് അതുപോലെ തന്നെ അത് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും റീഡർക്ക്. ജസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെല്ലിൽ നമ്മൾ ഏത് സെല്ലിലാണ് ഓപ്ഷൻ കൊടുത്തുള്ളത് അവിടെ മാത്രം നമുക്ക് മെസ്സേജ് കാണിക്കുള്ളൂ. ഇത് നമുക്ക് എങ്ങനെ ഈ മെസ്സേജ് വെച്ച് റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഫോർമേഷൻ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇതിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് ടൈപ്പ് ചെയ്യാനും ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് പല സീനാരീസും നമ്മുടെ ഡെയിലി വർക്കിംഗ് സീനാരീസിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. നന്നായി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എക്സലിൻ്റെ കൂടുതൽ വീഡിയോസ് പഠിക്കാനായിട്ടും നമ്മുടെ കോഴ്സ് എൻറോൾ ചെയ്യാം. അതുപോലെ ബ്ലോഗ്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഇത് നിങ്ങൾക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് പഠിക്കാൻ സാധിക്കും. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.